ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് മുമ്പിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, കോടതി ഈ ഹർജി തള്ളിക്കൊണ്ട് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ എന്താണ്? ഒരു തെളിവുമില്ല, കൊണ്ട് കടലിലെറിയൂ എന്ന് തന്നെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയും. എന്തൊക്കെയാണ് കോടതി, വിജിലൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ? സിജു, എന്തായാലും ഇന്നിപ്പോൾ കോടതി ഈ മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളിയിരിക്കുന്നു. തെളിവുകൾ ഇതിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്യു കുഴൽനാടന് എന്നുള്ള കാര്യം തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഹർജി വന്നത് മുതലുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആദ്യഘട്ടങ്ങളിൽ തന്നെ കോടതി നിരന്തരമായി മാത്യു കുഴൽനാടനോട് ഈ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി CMRനെ കണക്ട് ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒത്താശ നടത്തിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടോ എന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിരുന്നു. ഓരോ സിറ്റിങ്ങിലും കോടതി അതുതന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത്തരം തെളിവുകളൊന്നും മാത്യു കുഴൽനാടന് ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രിയെയും മകളെയും ഈ CMRലുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്യുന്ന ഒരു തെളിവുകളും എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ ഏറ്റവും അവസാനം കഴിഞ്ഞ 2 സിറ്റിങ്ങിന് മുന്നാണ് കോടതി വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത് ഈ ഹർജി തള്ളാതിരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണം, തെളിവുകൾ ഇല്ലാതെ കോടതിക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മാത്യു കുഴൽനാടന് തന്നെ വ്യക്തമാക്കുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഏറ്റവും അവസാനം വിധി പറയാനായി കോടതി കേസ് മാറ്റിയ സമയത്താണ് ഒരു തെളിവുകൾ താൻ ഹാജരാക്കുകയാണ്, ഒരു തെളിവ് താൻ ഹാജരാക്കുകയാണ് എന്ന അഭിപ്രായവുമായി വാദവുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയത്. അതിനുശേഷം കോടതി വീണ്ടും കേസ് മാറ്റിവെക്കുകയായിരുന്നു. അതിനുശേഷം താൻ 4 പുതിയ വാദങ്ങൾ കൂടി, തെളിവുകൾ കൂടി ഹാജരാക്കുന്നുണ്ട് എന്ന് കോടതിയിൽ അറിയിച്ചു. കോടതി ആ സമയത്താണ് ചോദിച്ചത്, ഇത്തരത്തിൽ തെളിവുകൾ ഒന്നുമില്ലാതെ എന്തിനാണ് ഇങ്ങനെയൊരു ഹർജിയുമായി വന്നത് എന്ന കാര്യം ചോദിക്കുന്നു. പറഞ്ഞ ഒരു തെളിവ്, ആ തെളിവ് എന്തായിരുന്നു? കോടതി ചോദിച്ചു, ആ തെളിവ് എന്താണെന്നുള്ളത്. സിജു, ഈ തെളിവായി ഹാജരാക്കിയിരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന തരത്തിൽ ഹാജരാക്കിയിരുന്നത് അത് മുഖ്യമന്ത്രി ഈ CMRൽ നൽകിയ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചിരുന്നു. അതിൻ്റെ മിനിറ്റ്സ്, ഇത് നിയമപരിശോധനയ്ക്ക് വിടാം എന്ന് പറയുന്ന ഒരു മിനിറ്റ്സ് ആയിരുന്നു മാത്യു കുഴൽനാടൻ ഹാജരാക്കിയ രേഖ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ 4 രേഖകൾ കൂടി, തെളിവുകൾ കൂടി ഹാജരാക്കി എന്ന് മാത്യു കുഴൽനാടൻ അവകാശപ്പെട്ടു. അത് മാധ്യമപ്രവർത്തകനിൽ വന്ന് പറയുകയും ഒക്കെ ചെയ്തു. എന്തായാലും അതിൽ പ്രധാനമായും പുതിയ ആരോപണമായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ആ ആരോപണത്തിൽ പറയുന്നത് ടൂറിസം മേഖലയിൽ CMRന് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണമായിരുന്നു. ഇതിലേക്ക് പുതിയതായി നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് മാറി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഒപ്പം തന്നെ റവന്യൂ മന്ത്രി K രാജനെയും കൂടി പുതിയ ഒരു ആരോപണത്തിലേക്ക് വലിച്ചെടുക്കുന്ന പുതിയ വാദങ്ങളുമായിട്ടായിരുന്നു കഴിഞ്ഞ തവണ മാത്യു കുഴൽനാടൻ വന്നത്. ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച അതേ രേഖകൾ, അതേ തെളിവുകളാണ് താൻ കോടതിയിൽ ഹാജരാക്കിയത് എന്ന് മാത്യു കുഴൽനാടൻ അന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതൊന്നും ഏതെങ്കിലും രീതിയിൽ ഈ CMRലിന് സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അമിതമായ ഒരു ഗുണം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം തെളിയിക്കാനുള്ള ഒരു രേഖയുമില്ല. കാരണം CMRൽ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ടൂറിസം മേഖലയിൽ പുതിയ പദ്ധതി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടും ഒന്നും കൃത്യമായി ഒരു കരാറും ലഭിച്ചിട്ടില്ല എന്നത് വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ CMRനെയും മുഖ്യമന്ത്രിയും കണക്ട് ചെയ്യാനോ സർക്കാരിനെ കണക്ട് ചെയ്യാനോ പറ്റുന്ന ഒരു തെളിവും മാത്യു കുഴൽനാടന് ഇക്കാര്യത്തിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വലിയ തരത്തിലുള്ള പുകമഴ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ ഹർജിയും വിജിലൻസിൽ നൽകിയ പരാതിയും എന്ന് വേണം കാണാൻ. അതുകൊണ്ട് തന്നെ വിജിലൻസിന് പരാതി നൽകിയ ശേഷമാണ് മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിലേക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയത്, അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ നാളുകളെടുത്ത വാദങ്ങളും ഒപ്പം തന്നെ രേഖകളും തെളിവുകളും ഹാജരാക്കാനുള്ള ആവശ്യവും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കോടതി പൂർണ്ണമായും ഈ കേസിൽ മാത്യു കുഴൽനാടന് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളിയിരിക്കുന്നത്. സിജു.